ഭരണം നല്ല ഭരണം കള്ളന്മാരിലെ വരികയാണ്. അവർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ പാർട്ടിയിൽപ്പെട്ടവർ ലോക്കൽ കമ്മിറ്റി ആയാലും ബ്രാഞ്ച് കമ്മിറ്റികളായാലും ഏരിയ കമ്മിറ്റി ആയാലും അവരുടെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് അവസ്ഥ. അവർക്ക് ഡിവൈഎഫ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് പാർട്ടിയെ വളർത്താൻ വേണ്ടി ചില ട്രെയിനിങ് കൊടുത്തു വിട്ടിട്ടുണ്ട്. എതിരാളികളെ അടിച്ചൊതുക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരൊക്കെ വന്നാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള കാര്യം വിവരമുള്ള ജനങ്ങൾക്കറിയാം. അതിന്റെ ഒരു അനുഭവമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ഉണ്ടായതെന്നുള്ള കാര്യം നമുക്ക് സത്യമായും അറിയാം. കേരളത്തിന്റെ ചരിത്രത്തില് BJPക്ക് ഒരു സ്ഥാനാർത്ഥി, ഒരു MP ലോക്സഭയിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു സീറ്റാണ്. 2 സീറ്റിൽ കിടന്ന BJP NDA സഖ്യമാണ് ഇന്ന് മൂന്നാമതും ഇന്ത്യ ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അറിയിച്ചു. അദ്ദേഹം കേന്ദ്രത്തിലെ ഒരു മന്ത്രിയുമായി. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഈ കേരളം ഭരിക്കുന്ന മുന്നണിക്ക് ഭരണം നല്ല ഭരണം കള്ളന്മാരിലെ വരികയാണ്. റോഡ് പൊളിഞ്ഞിടക്കുകയാണ്. ഈ റോഡ് പൊളിഞ്ഞിടക്കുകയാണ്. ഭരണത്തിന്റെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അല്ല എല്ലാവരും അങ്ങനെയല്ലേ. നമ്മളെ ഇത്രയും പ്രായത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. വണ്ടി തന്നെ അപകടമായിട്ട് പോകാല്ലേ ഈ റോഡ് ഓടിക്കുമ്പോൾ. ഒരു വർഷമായിട്ട് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു വർഷമല്ല കൂടുതൽ സമയം കൊണ്ട്. അതായത് ഇപ്പം ജയിച്ചവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയന്റെ പിണറായിയുടെ ആ സ്ഥാനം തട്ടത്തില്ല. ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പം ജയിച്ചവർ നമ്മളെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. അവർ ചെയ്യണം. അവരാണ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെ തന്നെ കിടപ്പാണ് റോഡ്. ഇനിയിപ്പം പറയുന്നു മറ്റേ റെയിൽവേ പാലം വന്നതിന് ശേഷമേ റോഡ് നന്നാക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല ഇതിനെ പറ്റി എന്താണെന്നുള്ളത്. ആര് കളിക്കുന്നൊന്നും അറിയില്ല. എന്തോ ആയിക്കൊണ്ട് പോട്ടും. ജനങ്ങൾ ചാവാൻ പോണു. അത്ര തന്നെ. ജനങ്ങൾ തീരും ഇപ്പം. അത്രേ ഉള്ളൂ. റോഡിന്റെ റോഡ് വളരെ മോശം കേട്ടാ. രാത്രി ചെന്ന് കിടക്കാൻ പോലും പറ്റൂല ഈ കട്ടറിൽ വീണ്. അത്ര ഗതികേടാണ്. പറഞ്ഞ പാസഞ്ചറേയും സുഖമില്ലാത്ത ഒരാളിനെ കൊണ്ട് പോകാനോ അങ്ങനത്തെ ഒരു ഇതൊന്നും പറ്റണമെന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭരണത്തിന്റെ ഒരു നിറയുടെയല്ലേ അതിനെ പറ്റി പറയാൻ പറ്റില്ല. അത് അവരോരോ ഇതിലാണ് പോണത്. സ്ഥിരം പോണാണോ ഈ റോഡിന്റെ സൗകര്യ അവസ്ഥ എന്താണ്? നല്ല അവസ്ഥയാണത്. ആളെയൊക്കെ പോകാൻ വേണ്ടി ഇവിടെ ഒരു 3-4 എത്താനേ ഈ റോഡ് ശരിയാവുള്ളൂ. സർക്കാർ ശരിയാക്കണം. എല്ലാ സർക്കാരും ശരിയാക്കണം. എല്ലാവരും ഇടപെടണം. ഒരാൾ മാത്രം വിചാരിച്ച് നടക്കുക. നാട്ടുകാരും ചേരണം. നാട്ടുകാരെ വിചാരിച്ച് ഇവിടെ വണ്ടി ഓടാതാക്കണം. എങ്കിലേ ഇവിടെ നന്നാവുള്ളൂ. അപേക്ഷകൾ കൊടുത്തതിന് ശേഷവും ഫലം കാണാത്തത് കൊണ്ടാണ് ഈ റോഡ് എങ്ങനെയുണ്ട്. എത്ര ദിവസം വിടുന്നറിയാമോ? ഞാൻ ഇതിലെ എത്ര ദിവസം ഞാൻ വിടുന്നറിയാമോ? അംഗൻവാടിയിൽ ജോലിയുള്ളതാണ് ഞാൻ. 2-3 ദിവസം ലീവ് എടുത്ത് 5 ദിവസം ഞാൻ ലീവ് എടുത്ത് ഈ റോഡ് ഇങ്ങനെ കിടക്കണുണ്ട്. ഈ റേഡിയോ കിടന്ന് എന്തോന്ന് വിളിക്കണേ? സർക്കാർ ശരിയാക്കണ്ടല്ലേ ഇത്? സർക്കാർ തന്നെ ശരിയാക്കേണ്ടത്. റോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ആകെ ചെയ്യേണ്ട ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട MLA ശിവ